السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, 2024 അവസാനിച്ചിരിക്കുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് നാം ഓരോരുത്തരും കാലെടുത്തു വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാവ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾക്കറിയാം. ആണും പെണ്ണുമൊക്കെ ആ രാത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി വർണ്ണാഭമായ നിരവധി ഒരുക്കങ്ങൾ നടത്തിയാണ് കാത്തിരുന്നത്. കഷ്ടപ്പെട്ടധ്വാനിച്ച് സമ്പാദിച്ചു വച്ചിരുന്ന പണം എത്രയോ ധൂർത്തടിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ചുറ്റിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ പട്ടിണി കിടക്കുന്ന ലക്ഷങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. പക്ഷെ ആ മേഖലകളിലൊന്നും നമ്മൾക്ക് ചിലവഴിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിരർത്ഥകമായ സുഖങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി നാം ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നു. കടൽ തീരങ്ങളിലും വലിയ വലിയ ഹോട്ടലുകളിലുമെല്ലാമായി കഴിഞ്ഞ രാവിൽ ചിലവഴിക്കപ്പെട്ട സമ്പത്ത് ഏറെ വലുതാണ്. സഹോദരന്മാരെ, നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാനും ബോധം ഉൾക്കൊള്ളാനും കഴിയേണ്ടതുണ്ട്. നാം ഏതെല്ലാം നിലയിൽ സുഖങ്ങളിലും സന്തോഷത്തിലുമൊക്കെ കഴിഞ്ഞുകൂടിയാലും ഈ സുഖങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ വരാനുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങൾ ധാരാളമായി ഓർക്കേണ്ടുന്നത് ഹാദിമുൽ ലദ്ദാത്തിനെ സംബന്ധിച്ചാണ്. അഥവാ മനുഷ്യന്റെ എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന, അവന്റെ ഭാര്യമാരെ വിധവകളാക്കുന്ന, മക്കളെ അനാഥരാക്കി തീർക്കുന്ന ആ മരണത്തെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തുകയാണ്. അതേ സഹോദരങ്ങളെ, ഒഴിഞ്ഞിരുന്ന് ഒരല്പസമയം നാം ചിന്തിച്ചു നോക്കൂ. നഷ്ടപ്പെട്ടുപോയ നമ്മളുടെ സമയങ്ങൾ എത്ര ഗൗരവപ്പെട്ടതായിരുന്നു. പശ്ചാത്തപിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഒരു നല്ല മാറ്റത്തിന് ഈ വർഷം തുടക്കം കുറിക്കാൻ കഴിയണം. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും പറ്റിയ സമയം കൂടിയാണല്ലോ. മോക്ഷത്തിന്റെ, നന്മയുടെ വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജാടകളും അഹങ്കാരങ്ങളുമെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട്, അവയോടെല്ലാം വിട നൽകിക്കൊണ്ട് നമുക്ക് നന്മയുടെ മാർഗത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നാം ഒരു കാര്യം തിരിച്ചറിയണം. നമ്മളുടെ വീട്ടിന്റെ ചുമരിൽ തൂങ്ങിയാടുന്ന ആ ക്ലോക്ക് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ദഖാതു ഖൽബുൽ മർഇ ഖായിലതൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനും. മനുഷ്യ, നിന്റെ ജീവിതത്തിലെ സമയമാണ് അതിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുന്നത്. അതെ, നിന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പ് കഴിയും തോറും ആ ഹൃദയമിടിപ്പ് നിന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: നിന്റെ ജീവിതത്തിന്റെ സമയം അതിങ്ങനെ മരണത്തിലേക്ക് അത് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് നമുക്ക് ചുറ്റുപാടിലും നിലനിൽക്കുന്ന എല്ലാ വസ്തുവകകളും നമ്മൾക്ക് നൽകുകയാണ്. പലപ്പോഴും ഈ ജീവിതത്തിൽ സമയത്തെയും സാഹചര്യത്തെയും ഒക്കെ തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് മനുഷ്യർ. പക്ഷേ നമുക്ക് മരണം വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിരുന്ന സമയത്തിന്റെ വില നാം അപ്പോൾ തിരിച്ചറിയും. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മൾക്കുണ്ടാവുകയില്ല. നമ്മൾ എത്ര താഴ്മയായ നിലയിൽ അപേക്ഷിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾക്ക് തിരിച്ചുവരവുണ്ടാവുകയില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മളെ ചിന്തിപ്പിക്കണം. ഖബറിൽ വെച്ചും നമ്മളുടെ മഹ്ശറയിൽ വെച്ചും അതുപോലെ തന്നെ നാം പാരത്രിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിലുമെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചുവരവിന് വേണ്ടി നാം പലപ്പോഴും ആഗ്രഹിക്കും.
അതാണ് മരണസമയമായിത്തീരുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലുണ്ടായിത്തീരുന്ന ഏറ്റവും വലിയ ആഗ്രഹവും താല്പര്യവും. ഇനി നരകത്തിലേക്കൊരു മനുഷ്യൻ കടത്തപ്പെട്ടാലോ, ആ നരകവാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ പോലും ആ സന്ദർഭത്തിലുണ്ടായിത്തീരുന്ന ആഗ്രഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ എന്ന അധ്യായത്തിലെ 36, 37 വചനങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നരകത്തിൽ വെച്ച് കുറച്ചുകൂടി സമയം തരുമോ എനിക്ക് നല്ലത് ചെയ്യാൻ എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫ് അൻഹും മിൻ അദാബിഹാ കദാലിക നജ്സി കുല്ല കഫൂർ വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറ അല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നന്മയുടെ മാർഗത്തിൽ നിന്ന് നിഷേധത്തിന്റെ വഴി തിരഞ്ഞെടുത്തവൻ ആരാണോ അവനാണ് നരകാഗ്നി. അവരുടെ മേൽ മരണം വിധിക്കപ്പെടുന്നതല്ല, എങ്കിൽ അവർക്കങ്ങ് മരിക്കാമായിരുന്നു. അഥവാ മരണത്തിന് ശേഷം പിന്നെ ഒരു മരണമില്ല. അങ്ങനെ ഒരു മരണമുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ മരിച്ചെങ്കിലും അവസാനിക്കാമായിരുന്നു. അതെ, നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ഒട്ടും ഇളവ് ആർക്കും ചെയ്യപ്പെടുകയില്ല. അപ്രകാരം എല്ലാ നന്ദികെട്ടവർക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ, നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകത്തിലെ ഭീകരമായ അവസ്ഥയിൽ പിന്നീടൊരു മരണമുണ്ടെങ്കിൽ അതിലൂടെയെങ്കിലും നമ്മൾക്ക് രക്ഷപ്പെടാമായിരുന്നു. അങ്ങനെയൊരു മരണം പോലുമില്ല. അത് മാത്രവുമല്ല, അവർ അവിടെ വെച്ച് മുറവിളി കൂട്ടും. വഹും യസ്തരിഖൂന ഫീഹാ, കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയുന്ന, അവർ കേണപേക്ഷിക്കുന്ന ഒരു കരച്ചിൽ, ഒരു കണ്ണുനീർ അതിങ്ങനെയായിരിക്കും, ഞങ്ങളെ നീയൊന്ന് പുറത്തേക്ക് അയക്കണമേ, ഞങ്ങൾ ചെയ്തു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ കരയുന്ന, കേണപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടായിത്തീരുമെന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ജീവിത ലോകത്താണ് നമ്മളുള്ളത്, തിരിച്ചറിവിന്റെ ലോകത്ത്. തീർച്ചയായും ചിന്തിക്കാനും പഠിക്കാനും രക്ഷിതാവിലേക്ക് മടങ്ങാനും നാം നമ്മളുടെ ജീവിതത്തിലെ മനോഹരമായ ഈ സമയങ്ങളെ പ്രയോജനപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.